അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയും പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഗീ റൈസുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ബീഫ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്ക് ബീഫിന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിപ്പാണെങ്കിൽ 1 ടീസ്പൂണ് പൊടിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. വിസിൽ വന്നതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലാക്കി വെച്ചാൽ എൻ്റെ കുക്കറിൽ അപ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ എനിക്കറിയില്ല, അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ ഗീ റൈസിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും മല്ലിയിലയും പിന്നെ കുറച്ച് ഗ്രാമ്പും പട്ടി ഏലക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാനിതിലേക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. കുക്കർ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്രാമ്പും പട്ടിയും ഏലക്കയും ഈ 2 എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം 2 എണ്ണം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞ 2 മീഡിയം സവാളയാണ്. അത് ഇതിലേക്ക് നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം. അപ്പോൾ അതിനൊരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്താൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചച്ചുവ മാറണ വരെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ 1 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 പച്ചമുളകും പിന്നെ അതും നമ്മൾ വഴന്ന് വന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ, സിമ്മിലാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യണത്, വെച്ചാൽ നന്നായിട്ട് തക്കാളി സോഫ്റ്റായിട്ട് വരും. പിന്നെ ഞാൻ ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള ഗീ റൈസാണ്. നമുക്കിതിലേക്ക് ഒരു കൂട്ടാനും വേണ്ട, സൈഡ് ഡിഷും വേണ്ട, നമുക്ക് തന്നെ കഴിക്കാൻ പറ്റണ ഒരു ഗീ റൈസാണ്. നമുക്ക് സ്കൂൾക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇനി ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തേക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3.5 ഗ്ലാസ് വെള്ളം മതി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാൻ കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തിളച്ചു കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും മല്ലിയിലയും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിനെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ സിമ്മിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നമ്മളെ ഗീ റൈസ് റെഡിയാവും കേട്ടോ. ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷമാണ് മൂടി വെക്കുന്നത്. പിന്നെ ഒരു വിസിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലാക്കി വെച്ചാൽ ഗീ റൈസ് റെഡിയായി. എന്നിട്ട് പിന്നെ അതിൻ്റെ ആവി പോയതിൻ്റെ ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും ചെറിയ പീസാണ് ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം ഞാനൊരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ, വലുതാണെങ്കിൽ 1 മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ, ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സവാള ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് 1 തക്കാളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ മല്ലിയിലയും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴേക്കും നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. നമ്മൾ അപ്പത്തേക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഗീ റൈസൊക്കെയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് പച്ചച്ചവ മാറണ വരെ വഴറ്റിയെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ആ മയമൊക്കെ പോണ വരെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂണ്. നമ്മൾ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബീഫ് വെന്ത ബീഫാണ്, പിന്നെ ഇനി അധികം വേവിക്കാനൊന്നും ഇല്ലത്. പിന്നെ ഒന്ന് ചാറ് കുറുകണ വരെ ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറി വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടിയൊക്കെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനത് തുറന്ന് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റുള്ള ഗീ റൈസാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമ്മളവിടെ വെച്ചു. ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 10 കാഷ്യൊക്കെ പിന്നെന്താ പറയുക മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഗീ റൈസാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമുക്ക് കുട്ടികൾക്കും നമുക്കൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.